ഗൈസ്, കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോയിൽ വരുന്നത്. ഇപ്പോൾ ഒരു ഏട്ടൻ്റെ പിറന്നാളായിട്ട് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ വിളിച്ചു വരുത്തിക്കുന്നത്. ഒരാൾ അഭിനയിക്കുകയാണ്, ഒരാൾ വിളിക്കുക. ഞാൻ തല കറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വിളിക്കാം. മുപ്പര് വരുമല്ലോ നോക്കാം. വിളിച്ചോ? എന്താ പറഞ്ഞേ? അപ്പൊ ആള് വരുന്നില്ല. സർക്കിളിലുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താ ചെയ്യാ? കേക്ക് കട്ട് ചെയ്യാണ്ട് നട്ട് വിളിച്ചിട്ട് നട്ട് റോട്ടില്. ഞങ്ങളാണെങ്കിൽ എക്സ്പോന് പോയിരുന്നു. നല്ലൊരു പരിപാടി. എന്തായാലും അങ്ങനെ മുമ്പ് ശരിക്ക് അപ്പൊ നല്ല മക്കള് എന്തായാലും എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. വേറെന്ത് പറയാനാ? വീട്ടിൽ പിന്നെ വരാം. എന്തായാലും ഇത് പോയി, കയ്യിൽ നിന്ന് പോയി ആൾക്കാരില്ല. പിന്നെ വരാം. ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ചാനലിൽ കയറി കാണണം ഗൈസ്. ഇതൊക്കെ ശരിയായ സാധനം കയറി വെക്കാം. ബൈ. ഹലോ ഗൈസ്, ആക്ച്വലി കേക്ക് മുറി കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കട്ട് ചെയ്ത് പോയത്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മൂപ്പര് വീട്ടിലെത്തിയിട്ട് മുറിക്കാന്നുള്ളൊരു പ്ലാനിലെത്തി. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം, പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, 1.5 മണിക്കൂർ 1 മണിക്കൂറിന് വെച്ചപ്പോൾ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ വീട്ടിലെത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം. അത് ഇടാൻ പറ്റുമെന്ന് അറിയില്ല, ഇട്ടാം. ഓക്കെ. വീടെത്തി, ആള് വരുന്നുണ്ട്. എന്നെ കാണണ്ടോ? വീടെത്തിട്ടോ. കേക്ക് ഇവിടെ ഉണ്ട്. ആളതാ ചേട്ടിട്ടില്ല. സീനാവേ, വ്ളോഗുണ്ട്. യാതൊന്നും സീനില്ല. സ്റ്റീൽ ബോഡി കാണട്ടെ. എഡിറ്റ് ചെയ്തോണ്ട്. ആള് പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യാൻ നേരത്ത് അടുത്ത വീഡിയോയിൽ ഒന്നിതാ ഒരാളിതാ കയറുന്നു. ഒരാളിതാ അവിടെ ഉണ്ട്. കേക്കുതാ ഒരാളിതാ ഗേറ്റ് കൂട്ടണേ. ഇവിടെ ആളവിടെ അമ്മേതാ കീഴന്ന്. കേക്ക് കട്ട് ചെയ്യട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കുന്നുണ്ടോ? ഉണ്ടാവുമായിരിക്കില്ലേ. പോയി കട്ട് ചെയ്യൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഫോർ യു, ഹാപ്പി ബർത്ത്ഡേ 6 യു. അടിപൊളി. അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്ന ആശിക്കണ്ണന് 28-ാം വയസ്സ്. ഒരു കഷ്ണം കടിച്ചു വെച്ചിട്ട് നല്ല പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോട്ടെ.